ഹായ്, ഈ ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു വെയിറ്റ് ലോസ് മേക്ക് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വെയിറ്റ് ലോസ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിനുവേണ്ട കുറേ ഡയറ്റ് പ്ലാനുകൾ, കുറേ എക്സസൈസുകളൊക്കെ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഒരു മേക്ക് ഓവർ, അതായത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തത്, ഇതാണ് കേട്ടോ എൻ്റെ വണ്ണം കുറയ്ക്കുന്നതിന് മുന്നും അല്ലെങ്കിൽ ഞാൻ റീസെൻ്റ് ആയിട്ട് എടുത്ത 2 ഫോട്ടോസ്. കുറേ പേർക്കൊക്കെ ഇഷ്ടം എൻ്റെ പഴയ ഫോട്ടോസാണ്. അതായത് ഞാൻ പണ്ട് തടിച്ചിരുന്ന് മുഖത്തൊരു ചബ്ബിയായിട്ടിരിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി വീഡിയോയുടെ താഴെ നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ്സ് നോക്കിയാൽ കാണാൻ പറ്റും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ കാണാൻ പണ്ടത്തെ ആയിരുന്നു എന്നൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. കുറേ കാരണങ്ങളുണ്ട്. എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ കുറേ കാരണങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇഷ്ടം. നിങ്ങൾ ഇതുപോലെ ഒരു മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ടിപ്സ് ഉപകാരപ്പെട്ടേക്കാം. ഇനി ഞാൻ എങ്ങനെയാണ് ഈ മേക്ക് ഓവർ ചെയ്തത്? ഞാൻ വണ്ണം കുറയ്ക്കുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് ചുരിദാർ ഇട്ടുകൊണ്ട് നടന്ന ഒരാളാണ്. ഈവൺ ഇപ്പം എൻ്റെ കോളേജിലാണെങ്കിലും ബാംഗ്ലൂരിൽ ഞാൻ ജോലിക്ക് ചെന്ന് ആദ്യത്തെ 2 വർഷത്തേക്ക് ഫുൾ ചുരിദാറായിരുന്നു. പയ്യെ അത് കുർത്തയും ലെഗിങ്സ് ഒക്കെ ആയിട്ട് മാറി. എന്നാലും ഞാൻ ചുരിദാർ അല്ലെങ്കിൽ കുർത്ത ലെഗിങ്സ്, ഞാൻ ജീൻസിൽ ഒരിക്കലും കംഫർട്ടബിൾ ആയിരുന്നില്ല. എനിക്ക് എന്നെ തന്നെ കണ്ണാടി കണ്ട ഒരുമാതിരി ഒരു ഫ്ലോപ്പ് ലുക്കൊക്കെ ആയിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയത് സാരി ആയിരുന്നു. ഞാൻ സാരിയിലായിരുന്നു എനിക്ക് പേഴ്സണലി, ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പറയണേ, എനിക്ക് പേഴ്സണലി തോന്നിയത് ഞാൻ ഏറ്റവും നല്ലത് സാരിയിലായിരുന്നപ്പോഴൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ണം കുറയ്ക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഫ്രണ്ടും നെറ്റിയും കൂടെ വണ്ണമൊക്കെ കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ പയ്യെ ഞാൻ ജീൻസും ടോപ്പിലോട്ടും കയറാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, ശരിക്കും നമുക്ക് എല്ലാ തരത്തിലുള്ള ഡ്രസ്സ് ഇടാം. നമ്മൾ എത്ര വണ്ണം ഉണ്ടെന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സ് ഇടാം. നമ്മുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് മാറ്റർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബിക്കിനി ഇട്ടിട്ട് നമ്മൾ അതിലോട്ടും കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ നല്ല ഫ്ലോപ്പ് ലുക്കായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നല്ല മെലിഞ്ഞ് നല്ല ബോഡിയുള്ള ഒരാളാണ്, എന്നിട്ട് ബിക്കിനി ഇട്ടാലും നമ്മുടെ മുഖത്ത് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫ്ലോപ്പ് ലുക്കായിരിക്കും. അതുകൊണ്ട് മെയിൻ കോൺഫിഡൻസ് ആണ് വേണ്ടത്. അല്ലാതെ തടിച്ചവർക്ക് ജീൻസ് ചേരില്ല എന്നുള്ളതാണ് അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കിടാം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ ജീൻസും ടോപ്പിലോട്ടും കയറി, നോർമൽ ടോപ്പും ജീൻസൊക്കെ ആയിട്ട്. പിന്നെ കുറച്ചും കൂടെ വണ്ണം കുറഞ്ഞപ്പോൾ ആ ടോപ്പ് സ്ലീവ്ലെസ് ആവാൻ തുടങ്ങി. പിന്നെ സ്ലീവ്ലെസ് ടോപ്പുകളും ജീൻസൊക്കെ ഇടാൻ തുടങ്ങി. അതൊക്കെ കല്യാണത്തിന് മുന്നാട്ടോ. അങ്ങനെ കുറേ കാലമൊക്കെ പോയി. പിന്നെ ചുമ്മാ ജസ്റ്റ് കുർത്തയും നല്ല ലെഗിൻസൊക്കെ ആയി, സ്ലീവ്ലെസ് കുർത്തയൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കുറേയൊക്കെ പോയി. എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാനത് പയ്യെ ട്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് സ്കേർട്ട് കൊണ്ടുവരാൻ തുടങ്ങി. സ്കേർട്ട് മേടിച്ചെങ്കിലും മുട്ടിന് താഴെ ഇറക്കമുള്ളതാട്ടോ ഞാൻ മേടിച്ചത്. ഷോർട്ട് സ്കേർട്ടൊന്നല്ല മേടിച്ചത്. കാരണം എനിക്ക് അപ്പോഴും വണ്ണം കുറഞ്ഞ് ഒരു 52-53 അവസ്ഥയൊക്കെ ആയെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് അപ്പോഴും തോന്നുന്നത് എൻ്റെ കാലിന് ഭയങ്കര വണ്ണമുണ്ട്. എനിക്ക് ആ ഒരു ഷോർട്ടായിട്ടുള്ള സ്കേർട്ട് ഇടാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ മെലിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ സ്കേർട്ടിലോട്ട് കയറി. പിന്നെ ഞാൻ ഷോർട്ട്സ് ഇടാൻ തുടങ്ങി. ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആട്ടോ, ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ചെറിയ ഷോർട്ട്സ് ഇടാൻ തുടങ്ങി. പിന്നെ സ്ലീവ്ലെസ് ടോപ്പ്, അല്ലെങ്കിൽ ജസ്റ്റ് ന്യൂഡിൽ സ്ട്രാപ്പ് പോലത്തെ ടോപ്പുകളും ഷോർട്ട്സ് ഇടാൻ തുടങ്ങി. അല്ലെങ്കിൽ നല്ല ചെറിയ കുട്ടി ഡ്രസ്സുകളൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ക്യൂട്ട് ഡ്രസ്സുകൾ, കുട്ടി ഡ്രസ്സ് അല്ലെങ്കിൽ ഷോർട്ട്സ് ആ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നു. ഇനി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തതിനനുസരിച്ചാണ് ഞാൻ മാറിയത്. നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ സ്ഥിരം ചുരിദാർ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒരു ഷോർട്ട് സ്കേർട്ടിലോട്ട് പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോവാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഈ ഒരു ഡ്രസ്സിങ് ഹാബിറ്റ്സ് ഒക്കെ മാറ്റുമ്പോണ്ടല്ലോ, നിങ്ങളുടെ ചുറ്റുമുള്ളവർ കൂടുതലും നെഗറ്റീവ് കമൻസ് ആയിട്ട് വരും. അവളിപ്പോൾ പണ്ട് ചുരിദാറൊക്കെ ഇട്ട് നടന്നിട്ട് ഇപ്പോൾ അവൾ ഷോർട്ട്സ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആണല്ലോ ഇടുന്നത്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിനെ നിങ്ങൾ നല്ല നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. അപ്പോഴേ നിങ്ങൾ അതിലോട്ട് പോകാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ഈ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് ചേരില്ല എന്ന് വിചാരിച്ച പല സാധനങ്ങളും ചേരും. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എനിക്കിപ്പോൾ വണ്ണം കുറയുന്നതിന് മുന്നുണ്ടല്ലോ, എനിക്ക് ഈ ബലൂൺ ടോപ്പുകളില്ലേ, അത് നന്നായിട്ട് ചേരുമായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാനതിട്ട ഒരുമാതിരി ഇരിക്കും. പണ്ട് എനിക്ക് സാരി എടുക്കുമ്പോൾ എന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ സാരി എടുക്കുമ്പോൾ എനിക്ക് അത്ര മെന തോന്നാറില്ല. അത് എനിക്ക് കോൺഫിഡൻസ് ആ ഒരു ഇതിൽ തോന്നാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ എനിക്കൊരു ഷോർട്ട്സും ഒരു സ്ലീവ്ലെസ് ടോപ്പും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വണ്ണം കുറയുമ്പോൾ നമുക്ക് പണ്ട് ചേർന്ന ഡ്രസ്സുകളായിരിക്കില്ല ഇനി ചേരാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഇതുവരെ ചേരില്ല എന്ന് വിചാരിച്ച പല സാധനങ്ങളും ചേരും. അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ മാറി ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന ആ ഒരു ഡ്രസ്സിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നല്ല ബോഡി
ഹഗ് ആയിട്ടുള്ള ടോപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സ് അങ്ങനത്തെയാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് ചേരുന്നത് എങ്ങനത്തെയാണ് കൂടുതൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ചിലർക്ക് ചിലപ്പോൾ നല്ല ആംഗിൾ ലെങ്ത് ഉള്ള ലെഗിങ്സും നല്ല നല്ല ലോങ് ആയിട്ടുള്ള കുർത്തി അതൊക്കെ ആയിരിക്കും ചേരുന്നത്. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് ഏത് ഡ്രസ്സാണ് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാം. അത് ഒറ്റയടിക്ക് നടക്കത്തില്ല കേട്ടോ. നിങ്ങൾ കുറേ കടയിൽ പോയി ചിലപ്പോൾ മേടിച്ചുകൊണ്ട് വരുന്ന ഡ്രസ്സുകൾ ഫ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ അടുത്ത തവണ പോകുമ്പോൾ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തേക്കാം. അങ്ങനെ പയ്യെ അതിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറയണം തന്നെ ഒറ്റ ദിവസം കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ അപ്പോൾ ആളുകൾ പറയുന്ന കമൻസിനെയും എല്ലാത്തിനെയും നേരിടാൻ ഒരു ധൈര്യമായിട്ടിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മേക്ക് ഓവറിന് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോണ്ടല്ലോ നമ്മൾ മുടിയിൽ ഏതെങ്കിലും ഒരു സ്റ്റൈല് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലുക്ക് അടിമുടി മാറും എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ മുടി വെട്ടി ഷോർട്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പുതിയ തരത്തിലുള്ള ഹെയർ സ്റ്റൈൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണ്ട് നീണ്ട മുടി ഉണ്ടായിരുന്നു. ഞാനത് ഷോർട്ടാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഷോർട്ടാക്കിയതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടെ എന്താ പറയുക അഴിച്ചിടാനും അതും ഇതൊക്കെ ചെയ്യാൻ എളുപ്പമുണ്ട്. ഞാൻ കളർ ചെയ്തപ്പോൾ ഇച്ചിരി കൂടെ മാറ്റം വന്നു. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് ചേരുന്നത് എന്താണോ, നിങ്ങളുടെ ഹെയർ സ്റ്റൈല് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്താണോ നിങ്ങൾക്ക് ചേരുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് ചേരുന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റൈല് നമുക്ക് തന്നെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പം മര്യാദയ്ക്ക് നടക്കുന്ന ഒരു പെണ്ണ് ചിലപ്പോൾ കല്യാണത്തിൻ്റെ മേക്കപ്പിന് ചിലപ്പോൾ നല്ല കോളായിട്ട് വരാറുള്ളത്. കാരണം നമുക്കേ അറിയാൻ പാടുള്ളൂ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ തന്നെ ട്രൈ ചെയ്ത് ആ ഏറ്റവും ബെസ്റ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കണം. എൻ്റെ മുടിയുടെ കാര്യത്തിൽ ഞാൻ ഷോർട്ടാക്കി കളർ ചെയ്തു, അതിനപ്പുറം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പല ഹെയർ സ്റ്റൈലുകളും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഹെയർ സ്റ്റൈലുകളൊക്കെ എനിക്ക് പേഴ്സണലി എന്താ പറയുക ഒരു കോൺഫിഡൻസ് തരുന്നില്ല. ഞാനിപ്പോൾ മുകളിലേക്ക് മുടി ഈരി വയ്ക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ ഫാമിലിയിലൊക്കെ പറയാറുണ്ട് മുകളിലേക്ക് മുടി ഈരി വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉണ്ടല്ലോ, പണ്ടല്ല ഇപ്പോഴേ തന്നെ ഉള്ളത്, മുടി മേലിലോട്ട് പഫ് ഇതുപോലെ ഇങ്ങനെ പൊന്തി വയ്ക്കുന്നത് അത് നല്ലതാണെന്ന് ബാക്കിയെല്ലാവരും പറയാറുണ്ട്. പക്ഷെ എനിക്കെന്തോ ഞാൻ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള കോൺഫിഡൻസ് ഇല്ല. എനിക്ക് കോൺഫിഡൻസ് ഇടുന്നത് അഴിച്ചത് രണ്ട് സൈഡിലോട്ട് ഇട്ടതിന് ഞാൻ കോൺഫിഡൻ്റ് ആണ്. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് ഏതാണോ ക്യാരി ചെയ്യാൻ പറ്റുന്നത്, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നത് ഏതാണോ അത് ചെയ്തോ. പിന്നെ മൂന്നാമത് ഞാൻ വരുത്തിയൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലായിരുന്നപ്പോൾ നമുക്ക് നാട്ടിൽ മേടിക്കാൻ കിട്ടുന്ന ഫൗണ്ടേഷനും ഇപ്പം എന്ത് സാധനമാണെങ്കിലും നമ്മുടെ കളറിനെ വെളുപ്പിക്കാനുള്ള സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. എല്ലാ ഷെയ്ഡുകളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങളായിരുന്ന സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നപ്പോൾ അത്ര ബ്രാൻഡഡ് ഒന്നും ആയിരുന്നില്ല മേടിച്ചുകൊണ്ടിരുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ കൂടുതൽ പേര് മേടിച്ചുകൊണ്ടിരുന്നത് ഒറിഫ്ലെയിമിൻ്റെ ആയിരുന്നു. ഒറിഫ്ലെയിമിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ അന്ന് ആ സമയത്ത് ഒരു 3-4 വർഷം മുന്നേ അവരുടെ കയ്യിൽ 3-4 ഷെയ്ഡായിട്ടേ ഉള്ളൂ. അതായത് നല്ല വെളുത്തവർക്ക്, ഒരു മീഡിയം കളറുള്ളവർക്ക്, പിന്നെ ഇച്ചിരി ഡാർക്കായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മീഡിയം കളറായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ആ വരുന്ന ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ലൈറ്റ് ഇനി അത്യാവശ്യം. അപ്പോൾ നമ്മുടെ മുഖത്തിട്ടാലും ഒരുമാതിരി ഇങ്ങനെ എന്താ പറയുക വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു അവസ്ഥ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്, എനിക്ക് മേക്കപ്പിനെ പറ്റി യാതൊരുവിധ ബോധവും ഇല്ലാതിരുന്ന ആളാണ്. ഇപ്പോഴും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ എത്ര ഷെയ്ഡുകളാണെന്നറിയാമോ, നമ്മുടെ സ്കിന്നിന് ചേരുന്ന അതേ ഫൗണ്ടേഷൻ ഷെയ്ഡ് തന്നെ എടുക്കണം. അത് തന്നെ ഇടുമ്പോണ്ടല്ലോ ഒത്തിരി മാറ്റമുണ്ട്. നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഉണ്ടല്ലോ, അതായത് ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ഇനി ഇവിടെ നല്ല ഫൗണ്ടേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ അവിടെ നിന്ന് കുറേയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ തന്നെ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം മെച്ചമുണ്ടെന്നുള്ളത്. പിന്നെ എനിക്ക് പണ്ടൊരു ചിന്ത ഉണ്ടായിരുന്നു, വെളുപ്പ് മാത്രമേ ഭംഗിയുള്ളൂ, കറുപ്പ് ഒക്കെ ചീത്തയാണ്, കറുത്തവരാരും കാണാൻ ഭംഗിയില്ല. ഞാനും എന്നെ കറുത്തതിൻ്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ കുറേ നാളെടുത്തു. എൻ്റെ വീട്ടുകാർ കുറേ പറഞ്ഞെങ്കിലും ഒക്കെ എനിക്കതൊന്നും മനസ്സിലായില്ല. എൻ്റെ മനസ്സിൽ എന്നും വെളുത്തതായിരുന്നു ഭംഗി. പക്ഷെ ഇപ്പം മാറി. എല്ലാ നിറത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. നമ്മൾ നമ്മുടെ നിറത്തിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ ഏതൊക്കെ ക്രീം ഏതൊക്കെ വാരി തേച്ചാലും ഉണ്ടല്ലോ ഒരു പരിധി വിട്ട് വെളുക്കാൻ പോകുന്നില്ല. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്ന സ്കിൻ അത് മാക്സിമം നന്നായിട്ട് പാമ്പർ ചെയ്ത് അല്ലെങ്കിൽ അതിന് നല്ല ഗ്ലോ ഒക്കെ വരുത്തി അതിനെ നന്നായിട്ട് മസാജ് ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുനടക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ വെളുക്കാൻ വേണ്ടി എന്ത് തേച്ചാലും അതൊന്നും ശ്വാസതല്ല, അതെല്ലാം ഇരട്ടിപ്പണിയായിട്ട് വരും. അതുകൊണ്ട് നാട്ടിലുള്ള ലോക്കൽ ഫൗണ്ടേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ
നമ്മുടെ സ്കിൻ കെയറിന്, നമ്മുടെ സ്കിൻ കളറിന് ചേരാത്ത ഫൗണ്ടേഷനുകളൊന്നും ഉപയോഗിക്കരുത്. നമ്മുടെ സ്കിൻ കളറിന് കറക്റ്റായിട്ട് പോകുന്ന ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒറ്റയടിക്ക് പറ്റില്ലായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയാമായിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെയും കൂട്ടി പോയി മേടിക്കാം. കുറേ ബ്രാൻഡഡ് അല്ലാത്ത ഇങ്ങനെ വെളുത്ത് അങ്ങനെ പല സാധനങ്ങൾ മേടിക്കുന്നതിന് പകരം ഒരൊറ്റ ഫൗണ്ടേഷൻ മതി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കളറിന് മാച്ച് ആവുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി ശ്രമിക്കുക. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പല രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരാം. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാവാം, നിങ്ങളുടെ നെയ്ബേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം. അവർ വന്ന് പറയും, ഓ ഇതൊന്നും ചേരത്തില്ല കേട്ടോ, ഇതിപ്പോൾ എന്ത് കാണിക്കാൻ നടക്കുക, ഇതിപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മുടെ നാട്ടിന് യോജിച്ചതല്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും ഇട്ടിട്ട് ഒരു മെനി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ നീ ഇപ്പം എൻ്റെ വീഡിയോസിൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ താഴെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പം കണ്ട പല്ല് മുന്തിരിക്കുകയാണ്, പണ്ടത്തെ ആയിരുന്നു ബെറ്റർ എന്നൊക്കെ. നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾ ഈ ഒരു മേക്ക് ഓവറിൽ ഹാപ്പിയാണോ? നിങ്ങളുടെ കോൺഫിഡൻസ് അതുമൂലം ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതന്നെ ചെയ്യുക. വേറെ ചുറ്റും ആരും പറയുന്നത് മൈൻഡ് ചെയ്യേ വേണ്ട. എൻ്റെ അടുത്തൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേക്കും ബെറ്റർ പണ്ടത്തേക്കാണ്. ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, കാരണം എനിക്കിഷ്ടം എന്നെ ഇപ്പോഴാണ്, എൻ്റെ കോൺഫിഡൻസ് കൂടിയിരിക്കുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയേ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളും അത് തന്നെ ചെയ്യുക. നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. നമ്മുടെ ദൈവം ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇവിടുത്തെ ജീവിതം എൻജോയ് ചെയ്യാനാണ്, ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കും ലൈഫൊക്കെ എൻജോയ് ചെയ്തോന്ന്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇല്ല ഞാൻ ബാക്കിയുള്ളവരുടെ സംതൃപ്തിപ്പെടുത്താനാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മേക്ക് ഓവർ ചെയ്യുക. പറ്റുമെങ്കിൽ അത് പയ്യെ ഒരു ഗ്രാജുവലി ഉള്ള സ്റ്റെപ്പായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാനുള്ള ധൈര്യമുണ്ട്, കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ മേക്ക് ഓവർ. ഇതൊരു മേക്ക് ഓവറിന് എടുക്കാനുള്ളതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു പഴയ അവസ്ഥയിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലോട്ട് കുറേ മാറ്റാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സും ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.